അർജുൻ മട്ടന്നൂർ, ഈ 28 മലയാളികൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നു. അവരുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിയുന്നത് എന്താണ്? നമുക്ക് അവരെ പെട്ടെന്ന് തന്നെ എയർലിഫ്റ്റ് ചെയ്ത് നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയും, ഇന്നോ നാളെയോ എത്തിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലാണോ വീട്ടുകാർ? ഇവർക്ക് ആർക്കെങ്കിലും ഇവരുമായി സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അർജുൻ മട്ടന്നൂർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഉത്തരാഖണ്ഡിൽ കുടുങ്ങിയ 28 മലയാളികളും സുരക്ഷിതരാണ് എന്നാണ് ബന്ധുക്കൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. കേരളത്തിൽ നിന്നുള്ള 8 മലയാളികളും മുംബൈയിൽ നിന്നുള്ള 20 മലയാളികളുമാണ് ഈ ഗംഗോത്രിക്ക് സമീപം ബൈറോൺ ഗട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ബസ്സിൽ കുടുങ്ങിയത്. ഇവരെ ITBT ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരിൽ ചിലർ ഇന്നലെ ബന്ധുക്കൾക്ക് വാട്സപ്പിൽ വോയിസ് സന്ദേശവും മറ്റും അയച്ചിരുന്നു. താൽക്കാലികമായി ലഭിച്ച നെറ്റ്വർക്ക് സംവിധാനം ഉപയോഗിച്ച് അയച്ച മെസ്സേജുകളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എല്ലാവരും സുരക്ഷിതരാണ്, പേടിക്കേണ്ടതില്ല എന്ന സന്ദേശമാണ് ലഭിച്ചത്. അതുകൊണ്ട് വലിയ ആശ്വാസത്തിലാണ് ഇവരുടെ ബന്ധുക്കൾ. വ്യാഴാഴ്ചയാണ് കേരളത്തിലുള്ള 8 അംഗ സംഘം, തൃപ്പൂണിത്തറ എന്നുള്ള 2 പേരടക്കം 8 അംഗ സംഘം ഉത്തരകാശിയിലേക്ക് പുറപ്പെട്ടത്. ഇവർ ഡൽഹിയിൽ നിന്ന് ബസ്സിലാണ് മറ്റ് മലയാളികൾക്കൊപ്പം മലയാളി ടൂർ ഓപ്പറേറ്റർ നടത്തുന്ന സർവീസ് നടത്തുന്ന ബസ്സിൽ ഉത്തരകാശിയിലേക്ക് പോയത്. ഏതാണ്ട് ഗംഗോത്രിക്ക് സമീപം ബൈറോൺഘട്ടിൽ എത്തിയപ്പോഴാണ് ഈ ബസ് കുടുങ്ങിയത്. ആ കുടുങ്ങിയ സമയത്ത് അവർ ബസ്സിൽ തന്നെ കഴിയേണ്ടി വന്നു. അതിൽ ഭക്ഷണ സാമഗ്രികളും മറ്റും ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് സൈനികരെത്തി ITBT ക്യാമ്പിലേക്ക് ഇവരെ മാറ്റിയത്. ഇപ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നം റോഡ് മാർഗം ഇവരെ തിരിച്ചെത്തിക്കാൻ പെട്ടെന്ന് കഴിയില്ല എന്നുള്ളതാണ്. ഇവരെല്ലാം തന്നെ ക്യാമ്പിൽ കഴിയേണ്ടി വരും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ സംവിധാനങ്ങളൊക്കെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ജോർജ് കുര്യൻ്റെ ഓഫീസിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വിവരം, ഇത്തരത്തിൽ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു. മലയാളികളെ എത്രയും പെട്ടെന്ന് തിരിച്ചെത്തിക്കാനുള്ള ശ്രമം നടത്തും, ഇവരെ എയർലിഫ്റ്റ് ചെയ്ത് തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള സംവിധാനം ഏർപ്പെടുത്തും എന്ന അറിയിപ്പാണ് ലഭിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരും അത്തരത്തിലുള്ള അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇവരെല്ലാവരും തന്നെ സുരക്ഷിതരാണ്. ഇവർക്ക് ബന്ധുക്കളുമായി ചില നേരങ്ങളിലെങ്കിലും ബന്ധപ്പെടാൻ കഴിയുന്നുണ്ട്. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇവരെ എയർലിഫ്റ്റ് ചെയ്ത് ഡൽഹിയിലേക്കോ അല്ലെങ്കിൽ തൊട്ടടുത്ത സുരക്ഷിത കേന്ദ്രങ്ങളിലേക്കോ എത്തിക്കാൻ കഴിയും. അവിടെ നിന്ന് ഇവർക്ക് കേരളത്തിലേക്കും അതോടൊപ്പം തന്നെ മുംബൈയിലേക്കും മടങ്ങാൻ കഴിയും എന്ന പ്രതീക്ഷയാണുള്ളത്. നിലവിൽ എല്ലാവരും തന്നെ സുരക്ഷിതരാണ്. അരുൺകുമാർ, ഓക്കെ, താങ്ക് യു. അർജുൻ മട്ടന്നൂരാണ് കൊച്ചിയിൽ നിന്നും. പിയ സുനിലാണ് ധാരാലിക്കടുത്തുള്ള ഗ്രാമത്തിൽ നിന്നും തത്സമയ വിവരങ്ങൾ നൽകിയത്. എങ്ങനെയാണ് ധാരാലിയിൽ നിങ്ങൾ ലൈവ് ചെയ്യുന്നത്? ലൈവ് ചെയ്യാൻ കഴിയില്ല ധാരാലിയിൽ. നിലവിലത്തെ അവസ്ഥയിൽ ധാരാലി ഗ്രാമം അടക്കം 12 ഗ്രാമങ്ങൾ പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. അവിടെ വൈദ്യുതിയോ മറ്റു ടെലിഫോൺ കണക്ഷനോ ഇല്ല എന്നുള്ളതാണ്. പല ടവറുകളും പോയി. അതിന് തൊട്ട് മുമ്പുള്ള ഒരു ഗ്രാമം വരെയാണ് നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടുള്ളൂ. അവിടേക്ക് ഇപ്പോൾ ആർക്കും കടക്കാൻ സാധിച്ചിട്ടില്ല. ഒരു വാഹനവും, ഒരു ബൈക്ക് പോലും ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. നടന്നു പോലും പോകാൻ കഴിയുന്നില്ല. ആകെയുള്ള ഒരേ ഒരു മാർഗ്ഗം ഹെലികോപ്റ്റർ മാർഗ്ഗം അവിടെ എത്തുക എന്നുള്ളതാണ്. അവിടുത്തെ ഹെലിപ്പാഡ് തന്നെ ഒളിച്ചു പോകുന്ന സാഹചര്യം കൂടി ഉണ്ടായി. ഇതാണ് അവിടുത്തെ അവസ്ഥ.